ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ആസിഡ് ആക്രമണ കേസുകളിൽ കർശന നടപടി വേണമെന്ന് സുപ്രീം കോടതി. ഇരകൾക്ക് നഷ്ടപരിഹാരം ഉറപ്പാക്കണം. പ്രതികൾക്ക് നഷ്ടപരിഹാരം നൽകാൻ കഴിയുന്നില്ലെങ്കിൽ അവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി ലേലം ചെയ്ത് ആ പണം നഷ്ടപരിഹാരമായി നൽകിക്കൂടെയെന്നും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ചോദിച്ചു. ആക്രമണം നടത്തുന്നവർക്കെതിരെ നിയമത്തിനതീതമായി അസാധാരണമായ ശിക്ഷ നൽകണമെന്നും കോടതി പറഞ്ഞു. ആസിഡ് ആക്രമണത്തിന് ഇരയായ ഷാഹിൻ മാലിക് എന്ന യുവതി നൽകിയ ഹർജിയിലാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസുമാരായ ആർ മഹാദേവൻ, ജോയ് മല്യ ബാഗ്ചി എന്നിവർ അടങ്ങിയ ബെഞ്ചിന്റെ നിരീക്ഷണം. ആസിഡ് ആക്രമണ കേസുകളിൽ കർശന നടപടി വേണം എന്നൊരു നിർദ്ദേശം വന്നിരിക്കുകയാണ് സുപ്രീം കോടതിയിൽ നിന്നും. ഇരകൾക്ക് നഷ്ടപരിഹാരം ഉറപ്പാക്കണം. പ്രതികൾക്ക് നഷ്ടപരിഹാരം നൽകാൻ കഴിയുന്നില്ലെങ്കിൽ അവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി ലേലം ചെയ്ത് ആ പണം നഷ്ടപരിഹാരമായി നൽകണമെന്നുമാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ചോദിച്ചിരിക്കുന്നത്. ആക്രമണം നടത്തുന്നവർക്കെതിരെ നിയമത്തിനതീതമായി അസാധാരണമായ ശിക്ഷ നൽകണമെന്നും കോടതി പറഞ്ഞിട്ടുണ്ട്. ആസിഡ് ആക്രമണ കേസുകളിലാണ് കർശന നടപടി വേണമെന്നിപ്പോൾ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. ആസിഡ് ആക്രമണ കേസുകളിൽ കർശന നടപടി വേണമെന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി പറയുന്നത്. ഇരകൾക്ക് നഷ്ടപരിഹാരം ഉറപ്പാക്കണം. പ്രതികൾക്ക് നഷ്ടപരിഹാരം നൽകാൻ കഴിയുന്നില്ല എന്നൊരവസ്ഥയാണെങ്കിൽ അവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി ലേലം ചെയ്ത് ആ പണം ഇരകൾക്ക് നഷ്ടപരിഹാരമായി നൽകിക്കൂടെ എന്നാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ചോദിച്ചിരിക്കുന്നത്. ആക്രമണം നടത്തുന്നവർക്കെതിരെ നിയമത്തിനതീതമായി അസാധാരണമായ ശിക്ഷ നൽകണമെന്നാണ് ഇപ്പോൾ കോടതി പറയുന്നത്. ആസിഡ് ആക്രമണത്തിനിരയായ ഷാഹിൻ മാലിക് എന്ന യുവതി നൽകിയ ഹർജിയിലാണിപ്പോൾ സുപ്രീം കോടതിയുടെ ഈ ഒരു തീരുമാനം വന്നിരിക്കുന്നത്. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസുമാരായ ആർ മഹാദേവൻ, ജോയ് മല്യ ബാഗ്ചി എന്നിവരടങ്ങിയ ബെഞ്ചിന്റെയാണ് ഈ ഒരു നിരീക്ഷണം.